We had a particularly difficult week. Last week was particularly difficult. I had several friends who were affected. Luckily, I shouldn't say luckily, but we had power all along. Felt privileged for a moment. Yeah, a lot of friends who were going through a lot of difficulties. So I thought when I was asked to sing, I picked a couple of songs that calls out God's mercies on our lives and His protection over our lives. Let's sing this song. Pranapriya, Pranapriya, Changile Choradanne. Let's clap our hands and let's sing this song loud to glorify our God's name. Pranapriya, Changile Choradanne, Bimbeduttavane, Bimbeduttara. Pranapriyan Tande Changile Choraya, Enneyum Bimbedutthu. Pranapriyan Tande Changile Choraya, Enneyum Bimbedutthu. Krubaye, Krubaye, Varnippana Sadhyame adu. Krubaye, Krubaye, Varnippana Sadhyame adu. Nanni Yeshuve, Nanni Yeshuve, Nee cheida nanmagal koraayum nanni. Nanni Yeshuve, Nanni Yeshuve, Nee cheida nanmagal koraayum nanni. En shaktiyalalla, kayyude balathaalalla, nindayallayo enne nadathiyadu. En shaktiyalalla, kayyude balathaalalla, nindayallayo enne nadathiyadu. Ninnadu krubaya, krubaya, Daiva krubaya, Nirthidum daya, daya, Nitya daya. Kolivan kunnine chiragadil marakkum pole, Kaligandan kunnine chiraginnide vahikkum pole. Kolivan kunnine chiraginnide മറയ്ക്കും പോലെ കഴുകുന്തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കയ്യുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ. നിർത്തിയിടും ദയയാ, ദയയാ, നിത്യദയയാ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കരം പിടിച്ചു എന്നെ നടത്തുന്നതാ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കരം പിടിച്ചു എന്നെ നടത്തുന്നതാ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ,
യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ. നിർത്തിയിടും ദയയാ, ദയയാ, നിത്യദയയാ. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ. നിർത്തിയിടും ദയയാ, ദയയാ, നിത്യദയയാ. പ്രാണപ്രിയ, പ്രാണപ്രിയ, ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ, വീണ്ടെടുത്താരാ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. കൃപയേ, കൃപയേ, വർണ്ണിപ്പാൻ സാധ്യമേ. കൃപയേ, കൃപയേ, വർണ്ണിപ്പാൻ സാധ്യമേ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. Thank you, Jesus. Thank you, Lord. Thank you, Lord. Thank you, Jesus. Thank you, Jesus. സ്നേഹനാമേശുവേ, വഴിയും സത്യവും നീ മാത്രമേ. നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. സ്നേഹത്തിനിടയനാമേശുവേ, വഴിയും സത്യവും നീ മാത്രമേ. നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല.
ആടുകൾക്കായി ജീവൻ വേടിഞ്ഞതും പാടുകൾ പെട്ടതും നായക നീയല്ലാതാരുമില്ല. ഹിന്ദുക്കൾക്കായി വലഞ്ഞാലഞ്ഞതും ആടുകൾക്കായി ജീവൻ വേടിഞ്ഞതും പാടുകൾ പെട്ടതും നായക നീയല്ലാതാരുമില്ല. യേശുനാഥ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ ഞങ്ങൾക്കല്ലാതാരുമില്ല. നീക്കിടുവാനെല്ലാ പാപത്തെയും പോക്കിടുവാൻ സർവശാപത്തെയും കോപാഗ്നിയും കേടുതീടാൻ കർത്താവ് നീയല്ലാതാരുമില്ല. യേശുനാഥ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. ദൈവമഹത്വത്തിൽ താൻ വരുമ്പോൾ ജീവകിരീടത്തെ താൻ തരുമ്പോൾ അപ്പോഴും ഞങ്ങൾ പാടിയിടും നാഥ നീയല്ലാതാരുമില്ല. യേശുനാഥ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ നീയല്ലാതാരുമില്ല. നീയല്ലാതാരുമില്ല. Yes, Jesus, hallelujah. യേശുനാഥ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. Yes, Lord, apart from you, we do not have anybody else, oh God. നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ആരുമില്ല കർത്താവേ. പാട്ടുകാരോട് ചേർന്ന് ഞങ്ങളും ഇന്ന് പകൽക്കാലം അത് ഏറ്റുപറയുന്നു കർത്താവേ. We confess, we declare, we boldly say, oh God, hallelujah. യേശുനാഥ ഞങ്ങൾക്ക് നീയല്ലാതെ ആരുമില്ല. Amen. യേശുനാഥ നീയല്ലാതെ ആരുമില്ല. Hallelujah. You are my shepherd. Hallelujah. The Lord is my shepherd. Hallelujah. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ കർത്താവെ മഹത്വപ്പെടുത്തുന്നു. ഈ സൂം ടെക്നോളജിയിൽ കൂടെ ഞങ്ങൾക്ക് കർത്താവെ ദൈവസഭയായി ഒരുമിച്ച് കൂടുവാൻ നീ ഒരുക്കിയ സാവകാശത്തിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു കർത്താവെ. We give you glory and honor. We praise you, Lord. Hallelujah. For this wonderful time of fellowship, the wonderful time of worship. Hallelujah. സ്വർഗം കർത്താവേ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ആരാധനയിൽ പ്രസാദിക്കണം. May heaven rejoice this morning in our worship, oh God. May our worship come from a sincere heart. Hallelujah. ഒരു പൂർണ്ണ മനസ്സോടെ കർത്താവേ ഇന്ന് പകൽക്കാലം അങ്ങേ സ്തുതിപ്പാനും അങ്ങേ ആരാധിപ്പാനും അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തട്ടെ കർത്താവേ, സമർപ്പിക്കട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കാര്യങ്ങൾ കൂടെ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാതെന്ന നല്ല അവസരത്തിനായി സ്തോത്രം, സ്തോത്രം. കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. മക്കൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദിയോട് സ്തോത്രം. Zoom live like എല്ലാവരും മക്കൾക്കായി സ്തോത്രം. We thank God for each and everyone who has joined us this morning, oh God, as families, as individuals, oh God. Bless them, Lord. Hallelujah. Lord, we are together, oh God, hallelujah. Even though we are in our own homes, oh God, this morning, but we are together, hallelujah. In spirit, Lord, we are together, hallelujah. Jesus, hallelujah. Thank you, Lord. Thank you, Jesus. Continue to minister to us, Lord. Even as we, Lord, hallelujah, look to your word, oh God. Speak to our hearts, oh God. In Jesus' name, we pray, and may God's people say, amen and amen and amen. Amen. Praise God. Hallelujah. കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്കെല്ലാം നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. Hallelujah. Let's give thanks to God. Lifting our hands and say, Lord, thank you. Thank you, thank you, thank you, Jesus, for the gift of life. Thank you, Lord, for giving me life. Hallelujah. Thank you, Lord, for the Zoom technology. Thank you, Lord, for my brothers and sisters. Thank you, my family. Thank you, Jesus, for all the blessings you have given us, oh God. Hallelujah. Thank you, Jesus. Why I'm saying let's speak thankfully is because last 1 week we realized that how grateful we should be for the smallest blessings that we have in our life. കഴിഞ്ഞൊരാഴ്ചയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാക്കി തീർത്തത് നാം അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നു. And for every small thing which we took for granted, God enabled us to learn that don't take it for granted, but be thankful for all the blessings that you have. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ചെറിയ നന്മകൾ പോലും അതിൻ്റെ വില പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോയി. എന്നാൽ കഴിഞ്ഞ ആഴ്ച ദൈവം നമ്മളെ പഠിപ്പിച്ചത് ഒരു കാര്യം ഇപ്രകാരമാണ്: ദൈവം നമുക്ക് നൽകിയ നന്മകളിൽ നാം നന്ദിയുള്ളവരായി തീരണം. Electricity, we take it for granted oftentimes, isn't it? പലപ്പോഴും ഇലക്ട്രിസിറ്റി, കറണ്ട് നമ്മൾ വളരെ വലിയ തുച്ഛമായ ഒരു കാര്യമായിട്ടാണ് നാം കണ്ടിട്ടുള്ളത്. But last week the Lord taught us a beautiful lesson, what it means to be in darkness for days. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കാനിടയായി തീർന്നു. ചില ദിവസങ്ങൾ ഇരുട്ടിൽ ആയിരുന്നാൽ എപ്രകാരമായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്നുള്ളത്. And also to endure the nail biting cold that we endured last week. കഴിഞ്ഞ ആഴ്ചയിൽ വളരെ കാഠിന്യമേറിയ ശൈത്യം, തണുപ്പ് നാം അനുഭവിപ്പാനായിട്ടിടയായി തീർന്നു. But we thank God that this morning we can praise him and thank him for all his blessings in our life. Amen. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കും അവന് നന്ദി കരേറ്റുവാനുള്ള അവസരമായത്. As Pastor Linson mentioned, we were thinking that last week would be our only Zoom meeting, but here we are on a Zoom meeting again. പാസ്റ്റർ ലിൻസൺ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ച മാത്രമായിരിക്കും നാം സൂം മീറ്റിംഗിൽ ആയിരിക്കുന്നത് എന്ന് നാം വിചാരിച്ചു. But here we are, but we are so thankful to God for this technology. എന്നാൽ ഈ ഒരു ടെക്നോളജിക്കായി ദൈവത്തിന് നമുക്ക് നന്ദി കരേറ്റാം. We have a couple of pictures to just show you what exactly is going on in our church facility so that you can continue to pray before God. നമ്മുടെ സഭയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളുടെ ചില ചിത്രം കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ലഭിക്കുവാനും സഭയുടെ തുടർന്നുള്ള ക്രമീകരണത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായിട്ടും ഈ ചിത്രങ്ങൾ കാണിക്കുന്നു. One of the sprinkler pipes burst, and because of that there was a lot of flooding in our sanctuary, in most of our Sunday school rooms and youth hall and everything. ഒരു സ്പ്രിംഗ്ലർ ബേഴ്സ്റ്റ് ആയത് നിമിത്തം നമ്മുടെ സാങ്ച്വറി ഉൾപ്പെടെ അനേക സൺഡേ സ്കൂൾ റൂമുകൾ ഉൾപ്പെടെ എല്ലാം ഫ്ലഡ് വെള്ളത്താൽ നിറയുവാനായിട്ട് ഇടയായി തീർന്നു. And since yesterday all the pews have been removed from the main sanctuary and they all have been placed in the gym area. ഇന്നലെ നമ്മുടെ പ്യൂ എല്ലാം നമ്മുടെ ജിം ഏരിയയിലോട്ട് മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. So continue to pray, church, so that we are able to fix everything. നമ്മുടെ തുടർന്നുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും വേണ്ടി ദൈവജനം ശക്തമായി പ്രാർത്ഥിക്കണം. Amen. Praise God. Hallelujah. Thank you, Sunil, and for sharing that screen. Hallelujah. Not to scare any one of you, not to put you into more depression or discouragement, but just to encourage so that we can continue to pray.
നിങ്ങളെ ആരെയും നിരാശയിൽ ആഴ്ത്തുവാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിൽ ശക്തരായി തീരുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് പറവാനിടയായി തീർന്നത്. So in a way, the entire church body is suffering because of the extreme cold weather. അതികാഠിന്യമേറിയ ഈ ശൈത്യം നിമിത്തം നമ്മുടെ സഭ മുഴുവനുമായി എല്ലാ കുടുംബങ്ങളും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. Because our church facility itself was damaged, so we can understand that every one of us, each one of us, are bearing that suffering. നമ്മുടെ സഭയുടെ ആ കെട്ടിടം തന്നെ അനേക പ്രയാസങ്ങൾ അനുഭവിക്കാൻ ഇടയായി തീർന്നു. അതിന്റെ അർത്ഥം നാം ഓരോരുത്തരും അപ്രകാരമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. And then there are many families within our church, who have had pipe bursts, and because of that, they are facing a real struggle. പൈപ്പ് പൊട്ടിയതിനാൽ നമ്മുടെ നമ്മുടെ സഭയിലുള്ള അനേക കുടുംബങ്ങളും വളരെ കാഠിന്യമേറിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. Let's continue to pray, and wherever we can, let's lend our hand so that they can also come out of it, and they can also together we can worship and magnify our God together. നാം പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ സഹായഹസ്തങ്ങൾ നീട്ടുവാൻ കഴിയുന്നിടത്തൊക്കെ നമുക്ക് അപ്രകാരം സഹായങ്ങൾ ചെയ്യുവാനും കഴിയട്ടെ. അങ്ങനെ നമുക്ക് ഒരുമിച്ച് വീണ്ടും കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കട്ടെ. This month of February, we had designated as Servant Leadership Month. ഈ ഫെബ്രുവരി മാസം സേവക നേതൃത്വം എന്നുള്ള ആ ചിന്തയെ പറ്റി ചിന്തിക്കുവാൻ നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന ഒരു മാസമാണ്. Allow me this morning to take you on a journey in the Gospel of Mark chapter 8. ഈ പ്രഭാതത്തിൽ മർക്കോസ് സുവിശേഷം അതിന്റെ 8-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 2 weeks back, Pastor Ruben took us on a journey of John 13. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലൂടെ ഉള്ള ചിന്തകളിലൂടെ പാസ്റ്റർ രൂപൻ നമ്മളെ കൊണ്ടുപോകുവാനായിട്ട് 2 ആഴ്ചകൾക്ക് മുമ്പേ ഇടയായി തീർന്നു. And during his message, he gave us some challenges as to how we can help in the household chores. അദ്ദേഹത്തിന്റെ സന്ദേശത്തിന്റെ ഇടയിൽ എപ്രകാരം നമുക്ക് സഭയിൽ സേവനം ചെയ്യുവാൻ കഴിയുമെന്നുള്ളതിനെ പറ്റി വ്യക്തമായി പറവാൻ ഇടയായി തീർന്നു. Probably the last 1 week we got to act upon that message in helping our family as we were going through this severe cold weather. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ പല കുടുംബങ്ങളും പ്രതികൂലങ്ങളിൽ പ്രയാസങ്ങളിൽ കടന്നു പോയപ്പോൾ നമുക്ക് ആ ഒരു ചിന്താ വിഷയം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി ചെയ്യുവാൻ നമുക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. He gave us a message from Jesus washing the feet of his disciples. യേശു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിലൂടെ നമുക്കൊരു സന്ദേശം നൽകുവാൻ ഇടയായി തീർന്നു. Just let me put it in perspective before I go forward. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ അത് ഒന്ന് വിശദമായി പറയട്ടെ. Servant leadership is not about titles, but it is about towel. സേവക നേതൃത്വം എന്ന് പറയുന്നത് ചില തലക്കെട്ടുകൾ മാത്രമല്ല, എന്നാൽ നാം ചില തുവർത്തുകൾ എടുത്ത് പ്രവർത്തിക്കുന്നതാണ്. Hallelujah. That is exactly what Jesus was teaching us through his practical illustration. യേശു തന്റെ പ്രാവർത്തികമായ ഉദാഹരണത്തിലൂടെ യേശു അതാണ് നമ്മെ പഠിപ്പിച്ചത്. Servant leadership is not about you having positions and titles to your name, but can you take up the ministry of towel and be serving others so that others may be served. സേവക നേതൃത്വം എന്ന് പറയുന്നത് ചില തലക്കെട്ടുകൾ വെച്ച് ചില പൊസിഷൻസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല, എന്നാൽ പ്രാവർത്തികമായി ചില സേവനങ്ങൾ ചെയ്യുന്നതാണ് സേവക നേതൃത്വം എന്ന് പറയുന്നത്. Servant leadership is not about hats, but it is about the heart. സേവക നേതൃത്വം എന്ന് പറയുന്നത് നാം ധരിക്കുന്ന ചില കിരീടങ്ങളല്ല, എന്നാൽ അത് നമ്മുടെ ഹൃദയം എപ്രകാരമാണ് എന്നുള്ളതാ. Where is our heart and what is the status of our heart, the posture of our heart? നമ്മുടെ ഹൃദയത്തിന്റെ ഭാവം എന്താണ്, നമ്മുടെ ഹൃദയം എവിടെയാണ് എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായ ഘടകം. Servant leadership is not about me first, but you first. സേവക നേതൃത്വം എന്ന് പറയുന്നത് ഞാൻ പ്രാധാന്യമുള്ളത് എന്നുള്ളതല്ല, എന്നാൽ നീയാണ് എനിക്ക് പ്രാധാന്യമേറിയത് എന്നുള്ളതാണ് അതിന്റെ ചിന്ത. That was something that the Holy Spirit has been reminding us through the Gospel of John chapter 13. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലൂടെയും യേശു അത് തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. This morning allow me from the Gospel of Mark chapter 8 verse 27 onwards to bring out some characteristic features of what it means to be a servant leader. ഒരു സേവക നേതാവ് എപ്രകാരമായിരിക്കണം, അല്ലെങ്കിൽ ഒരു സേവക നേതാവിന്റെ സ്വഭാവം എപ്രകാരം ഉള്ളത് എന്ന് വിശദീകരിക്കുവാനായി നമ്മുടെ ശ്രദ്ധ മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 27 മുതലുള്ള വാക്യങ്ങളിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. John Maxwell, a well-known leader, in one of his books has written something like this: leadership is influence. That's it. Nothing more, nothing less.
ജോൺ മാക്സ്വെൽ ഒരു വളരെ സുപ്രസിദ്ധനായ ഒരു നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിത്വം ഇപ്രകാരമാണ് തന്റെ ഒരു പുസ്തകത്തിൽ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. നേതൃത്വം എന്ന് പറയുന്നത് സ്വാധീനമാണ്, അതിൽ കൂടുതലുമല്ല, അതിൽ കുറവുമല്ല. Leadership and servant leadership is exactly also influence in many ways. സേവക നേതൃത്വം എന്ന് പറയുന്നതും അനേക രീതികളിൽ സ്വാധീനം ചെലുത്തുന്നതാണ് സേവക നേതൃത്വം. Last Saturday, in the Pentecostal community in Kerala, or the whole world lost an influential leader, Reverend T.G. Koshi. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള നമ്മുടെ മലയാളി പെന്തക്കോസ് സമൂഹത്തിന് റവറൻഡ് ടി ജി കോശി എന്ന അഭിഷിക്തനെ നമുക്ക് നഷ്ടമായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. He was influential in many ways because he saw, God gave him the vision to see how theological education can impact so many generations to come, and he established the seminary for that. വേദ പഠനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് എപ്രകാരം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കി അതിനുവേണ്ടി ചുവടുവെപ്പുകൾ വെച്ച ഒരു അഭിഷിക്തനായിരുന്നു റവറൻഡ് ടി ജി കോശി. From starting 1970 Faith Chapel and Bible Institute to today 2021 Faith Theological Seminary bears witness to a servant heart of a man of God who was willing to go the second mile so that many others could learn and many others could be equipped for the ministry that God has given to them. 1970 ആരംഭിച്ച ആ ചെറിയ സംരംഭം ഇന്ന് 2021 ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി എന്നുള്ള ആ നിലയിലേക്ക് ഉയർന്നു വന്നപ്പോൾ ഒരു സേവക നേതാവിന്റെ ഉള്ളിൽ ദൈവം നൽകിയ ആ കാഴ്ചപ്പാടിന്റെ പൂർത്തീകരണം അല്ലെങ്കിൽ അതിന്റെ പ്രവൃത്തിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. While I was a student there, he has impacted my life in many ways, not because what he said, but because what I saw him do. ഞാൻ അവിടെ ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം എന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുവാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രവൃത്തികളാണ് എന്നെ പലപ്പോഴും സ്വാധീനിച്ചിട്ടുള്ളത്. One incident that comes to my mind when I was a student is this. ഞാൻ അവിടെ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എന്നെ സ്വാധീനിച്ച ഒരു സംഭവം ഇപ്രകാരമാണ്. You know, for every day we had to chop woods for cooking purposes. ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി വിറക് വെട്ടേണ്ട ആവശ്യം എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. There will be designated group of students who will chop the woods and they will lay it out in the ground so that it can become more drier as the sun hits it, and then next day we will take it and we will continue to do that process every single day. ഓരോ ദിവസവും വിറക് വെട്ടുവാനും അത് വെയിലത്ത് ഉണക്കുവാനും ഇടാനായി ചില വിദ്യാർത്ഥികളെ നിയമിച്ചാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണത്തിനായിട്ട്. One day I was sitting from my classroom and I'm seeing that all this firewood has been laid out in the open and suddenly rain starts falling. ഒരു ദിവസം ഞാൻ ക്ലാസ് റൂമിലായിരിക്കുന്ന സമയത്ത് ഇപ്രകാരം വിറകുകളെല്ലാം വെയിലത്ത് നിരത്തിയിട്ടിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് തന്നെ മഴ പെയ്യുന്ന ആ ഒരു സമയം ഉണ്ടാകുവാനായിട്ട് ഇടയായി. There are about 300 students at that time and all of them are in different classrooms. ഏകദേശം 300-ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എങ്കിലും എല്ലാവരും പല ക്ലാസ് റൂമുകളിലായിരുന്നു. Our class, my class, which I was the closest classroom to this open field. ഈ തുറസായ ആ ഒരു സ്ഥലത്തിന് ഏറ്റവും അടുത്തുള്ള ക്ലാസ് റൂമിലായിരുന്നു ഞാനായിരുന്നത്. All Pastor T.G. Koshi at that point would have to do is send somebody to say, hey, come out and please remove this firewood so that it is not wet in the rain. പാസ്റ്റർ ടി ജി കോശിക്ക് ഇത്ര മാത്രമേ അന്ന് ചെയ്യേണ്ടിയിരുന്നുള്ളൂ. ആരെയെങ്കിലും ഒന്ന് വിട്ട് എല്ലാവരെയും വിളിച്ച് ഈ വിറകുകൾ എടുത്ത് മാറ്റുവാൻ ഒന്ന് ആജ്ഞാപിക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ട ആവശ്യം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. But as I'm watching, I'm looking at this man. He is going and he is putting up as much as he can, taking the firewood and putting it in a shade so that it is not wet in the rain. എന്നാൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കാണുവാൻ ഇടയായി തീർന്നത് അദ്ദേഹം തനിയെ പോയി തനിക്ക് ആവോളം കഴിയുന്നത്ര വിറകുകൾ പെറുക്കിയെടുത്ത് മാറ്റിയിടുന്നതാണ് ഞാൻ കാണുവാൻ ഇടയായി തീർന്നത്. He doesn't eat food from the mess, the students' mess. വിദ്യാർത്ഥികളുടെ മെസ്സിൽ നിന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കാറില്ല. So he doesn't actually need to take this firewood and put it. He can always command or give a message to someone and students will come and do it. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിറകുകൾ പെറുക്കിയിടേണ്ടുന്ന ആവശ്യകത ഒട്ടുമേ ഇല്ലായിരുന്നു. അദ്ദേഹം തന്റെ വിദ്യാർത്ഥികൾക്ക് ആജ്ഞാപനം കൊടുക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോടൊന്ന് പറയേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. I have seen that not just once, many times I saw that and I began to think that is what it means to not just be a leader but to be a servant leader whose heart is still willing to serve no matter what position you are in.
ഏത് സ്ഥാനത്തായിരിക്കുന്നു എന്നുള്ളതിനേക്കാളും ഉപരിയായി, ആ സ്ഥാനത്തെക്കാളും ഉപരിയായി എന്ത് പ്രവൃത്തിയാണ് നാം ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ ഇടയായിത്തീരുന്നത്. Oftentimes I had seen him come and go to the remotest areas of the seminary buildings and switching off light bulbs which we students had put it on and we forgot to switch off. പലപ്പോഴും ഞങ്ങൾ വിദ്യാർത്ഥികൾ ഓൺ ആക്കി വെക്കുന്ന പ്രകാശത്തിന്റെ സ്വിച്ചുകൾ അദ്ദേഹം തന്നെ പലപ്പോഴും പോയി ഓഫ് ആക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. The last week we were telling our children, what it means to conserve energy, because we take it for granted that this is forever with us. We can use it and misuse it as we want. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഇപ്രകാരം പറയുകയായിരുന്നു, ഈ കറണ്ട് ഉള്ളതിന്റെ വില നമുക്ക് പലപ്പോഴും മനസ്സിലാക്കത്തില്ല. നമുക്ക് എപ്പോഴും അത് ലഭ്യമായത് കൊണ്ട് നമുക്കത് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാം എന്നുള്ളൊരു ചിന്ത നമുക്ക് പലപ്പോഴും ഉണ്ട്. The last 1 week taught us that what it means to conserve even energy that has been given to us. എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മെ ഇപ്രകാരം നമ്മുടെ അനുഭവങ്ങൾ പഠിപ്പിക്കാൻ ഇടയായി തീർന്നു. നമ്മൾക്ക് ലഭിക്കുന്ന ഈ ഊർജം എപ്രകാരം ഉപയോഗിക്കണം, എപ്രകാരം അത് സൂക്ഷിക്കണം എന്നുള്ളതിനെ പറ്റി പഠിപ്പാൻ നമുക്ക് ഇടയായി തീർന്നു. Gospel of Mark chapter 8 is a beautiful chapter. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം മനോഹരമായ ഒരു വേദഭാഗമാണ്. Almost the middle of the ministry of Jesus on the face of this earth. ഈ ലോകത്തിൽ യേശുവിന്റെ ശുശ്രൂഷയുടെ ഏകദേശം മധ്യഭാഗമാണ് നാം അവിടെ കാണുന്നത്. And from chapter 8 verse 27 onwards, Jesus is now moving towards Jerusalem, which will see the climax or the culmination of his ministry. 8-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് യേശു യെരുശലേമിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ്. അവിടെ യേശുവിന്റെ ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. So what we see from chapter 8 onwards is nothing else but Jesus preparing his disciples for what lays ahead for him in the course of his journey. 8-ാം അധ്യായത്തിൽ നാം കാണുന്നത് യേശു തന്റെ ശിഷ്യന്മാരെ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി എപ്രകാരം തയ്യാറാകണം എന്നുള്ളതിന് വേണ്ടി തന്റെ ശിഷ്യന്മാരെ തയ്യാറാക്കുന്ന ഒരു ഭാഗമാണ് നാം അവിടെ കാണുന്നത്. Amen. Hallelujah. So when we read here verse 27 onwards, that Jesus begins to ask them a question. Who do people say that I am? ഇവിടെ 27-ാം അധ്യായം വാക്യം മുതൽ നാം കാണുന്നത് യേശു ജനങ്ങൾ എന്നെ പറ്റി ആരെന്ന് പറയുന്നു എന്നുള്ള ആ ചോദ്യം ചോദിക്കുന്നതിലൂടെയാണ് ഈ വേദഭാഗം അവിടെ ആരംഭിക്കുന്നത്. Chapter 8 verse 31 to chapter 10 verse 45. In this 2 chapters you begin to see again and again Jesus is highlighting the inevitability of the cross for him. ക്രൂശിന്റെ പ്രാധാന്യത, തന്റെ ജീവിതത്തിൽ ക്രൂശിന്റെ പ്രാധാന്യതയെ പറ്റി 8-ാം അധ്യായം 31 മുതൽ 10-ാം അധ്യായം 45 വരെയുള്ള വാക്യങ്ങളിൽ യേശു പല വട്ടമായി അത് പ്രതിപാദിക്കുന്നുണ്ട്. And chapter 10 verse 45 is a beautiful passage that we often know. Jesus said the Son of Man came not to be served but to serve and to give his life as a ransom for many. 10-ാം അധ്യായം അതിന് 45-ൽ യേശു ഇപ്രകാരം പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. So every time he speaks about the cross, the disciples are not able to understand why he is speaking about the cross. യേശു എപ്പോഴെല്ലാം ക്രൂശിനെ പറ്റി പറയുമ്പോഴും തന്റെ ശിഷ്യന്മാർക്ക് എന്തുകൊണ്ട് യേശു ഇപ്രകാരം ക്രൂശിനെ പറ്റി പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ അവർക്ക് സാധിച്ചില്ല. What is Jesus trying to teach his disciples? യേശു തന്റെ ശിഷ്യന്മാരെ എന്താണ് പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്? He wants to teach them that leadership or discipleship is not a stepping up of the ladder to success, but it is only through the pathway of suffering, cross bearing, and ultimately death that you are not only becoming my disciples but you are also becoming servant leaders. യേശു ഈ ക്രൂശിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, നേതൃത്വം അല്ലെങ്കിൽ സേവക നേതൃത്വം എന്ന് പറയുന്നത് വിജയത്തിന്റെ ചവിട്ടുപടികൾ കയറുക മാത്രമല്ല, എന്നാൽ കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയി അതിനെ ജയിച്ചു വരുന്നതുമാണ് സേവക നേതൃത്വം എന്ന് ഉള്ളതും അവിടെ പഠിപ്പിക്കുകയാണ്. Oftentimes we tend to think about leadership in a totally different perspective. പല പ്രാവശ്യവും നാം ചിന്തിക്കുന്നത് നേതൃത്വം എന്നുള്ളതിനെ പറ്റി നാം വളരെ വ്യത്യസ്തമായി ചിന്തിക്കാറുണ്ട്. You move on from position to position and you begin to dominate and you begin to have more and more power. പല സ്ഥാനക്കയറ്റങ്ങൾ ലഭിച്ച് അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് നേതൃത്വം എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. But Jesus unravels to his disciples, no, it is only through suffering, it is only through cross bearing, it is only through ultimate death that his Son of Man would be exalted and glorified.
എന്നാൽ യേശു തന്റെ ജീവിതത്തിലൂടെ വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്: കഷ്ടതകളിലൂടെ മാത്രം, അല്ലെങ്കിൽ ക്രൂശ് വഹിക്കുന്നതിലൂടെ മാത്രമാണ് ഈ പിതാവിന്റെ ഇഷ്ടം പൂർത്തീകരിച്ച് ആ ഒരു സേവക നേതൃത്വത്തെ തനിക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. Let's come to verse 31, chapter 8, verse 31. 8-ാം അധ്യായം 31-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. And he began to teach them that the Son of Man must suffer many things and be rejected by the elders and the chief priests and the scribes and be killed, and after 3 days rise again. And he said this plainly, and Peter took him aside and began to rebuke him. But turning and seeing his disciples, he rebuked Peter and said, "Get behind me, Satan, for you are not setting your mind on the things of God, but on the things of man." മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു, "സാത്താനെ, എന്നെ വിട്ടുപോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത്" എന്ന് പറഞ്ഞു. The first thing that I want to share this morning with you is, what does a servant leader has? ഒരു സേവക നേതാവിന് എന്താണ് ഉള്ളതെന്നാണ് ഞാൻ ആദ്യമായി പറയുവാൻ ആഗ്രഹിക്കുന്നത്. A servant leader has a different mindset. ഒരു സേവക നേതാവിന് വേണ്ടിയിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ മനോഭാവമാണ് വേണ്ടിയിരിക്കുന്നത്. And this is what exactly we find here. Jesus saying, setting your mind on the things of God, not on the things of man. ദൈവത്തിന്റെ ഉള്ളതിൽ ആണ് നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കേണ്ടത്, മനുഷ്യനുള്ളതിലല്ല നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കേണ്ടത്. So when Jesus, in this Caesarea Philippi experience, when Jesus asked them, "Who do people say that I am?" we find two kinds of responses here. ഇവിടെ യേശു ഞാൻ ആരാണ് എന്ന് മനുഷ്യർ പറയുന്നത് എന്നുള്ളതിന് ആ ചോദ്യത്തിന് രണ്ട് രീതിയിലുള്ള മറുപടിയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. The disciples said, some say that you are John the Baptist, some say that you are one of the great prophets who has come from old, some others say that you are Elijah. ചിലർ പറയുന്നു നീ യോഹന്നാൻ സ്നാപകനാണ്, നീ ഏലിയാവാണെന്ന് മറ്റു ചിലർ പറയുന്നു. And then Peter responded by saying that you are Christ, the anointed one. എന്നാൽ പത്രോസ് പ്രകാരം പറയുകയാണ്, നീയാണ് ക്രിസ്തു. The anointed one in Christ in Greek, the Messiah in Hebrew, both mean the anointed one. ഹീബ്രുവിലും ഗ്രീക്കിലും ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് അഭിഷിക്തനാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. From the Old Testament we understand that this was a consecration that was given upon someone for a particular task, anointed by God for a particular task. ഈ പഴയ നിയമത്തിൽ ഇപ്രകാരമാണ് അതിനെ വ്യക്തമാക്കുന്നത്. ഒരു പ്രത്യേകമായ ഒരു പ്രവൃത്തിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട അഭിഷക്തനായ തീർന്ന എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. Kings and priests were anointed in the Old Testament for a particular task. രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രത്യേകമായ ചില പ്രവൃത്തികൾക്ക് വേണ്ടി അഭിഷിക്തരാക്കി വേർതിരിക്കപ്പെട്ടു എന്നുള്ളത്. When somebody is anointed, it means that there is a divine choice behind their anointing. ഒരു വ്യക്തിയെ ഒരു കാര്യത്തിനായി അഭിഷേകം ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായ ചില പ്രതികരണങ്ങൾ, കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട്. There is a divine choice behind it. അതിന്റെ പിന്നിൽ ഒരു ദിവ്യമായ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. And not only that, there is also a divine empowerment that is given to them so that they are able to accomplish the task that is given upon them. അതിനുമേൽ ഒരു ദിവ്യമായ ഒരു അഭിഷേകവും ഒരു ശാക്തീകരണവും ലഭിക്കുന്നുണ്ട്. കാരണം ആ ഒരു പ്രവൃത്തി സാധിച്ചെടുക്കുവാനായിട്ട്. In the times of Jesus, യേശുവിന്റെ കാലഘട്ടത്തിൽ that title, anointed Messiah, came to be used of a son of David. യേശുവിന്റെ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു, അഭിഷക്തനായ യേശു ക്രിസ്തു എന്നുള്ള ആ വാക്ക് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചത്. So people began to think the Messiah would be son of David who is going to liberate God's people from the oppression of Rome. റോമിലുള്ള ആ കഠിന അനുഭവങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുവാനായി ദാവീദിന്റെ പുത്രനായ മശിഹ വരുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. You know that old Bartimaeus also addressed Jesus in the same way. Jesus, son of David, have mercy on me. പഴയ ബർത്തിമായും ഇപ്രകാരമാണ് നിലവിളിച്ചത്, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നോട് കരുണ തോന്നണമേ. The understanding was that David's son would be the Messiah who is going to come and liberate God's people from the tyranny and the oppression of Rome, and he would change the culture of Jerusalem.
ഒരു അനുഭവം ഒരു വ്യക്തത നൽകുന്നത് ഇപ്രകാരമാണ്. ദാവീദിന്റെ പുത്രനായ സന്തതിയായ യേശു അല്ലെങ്കിൽ മശിഹ ആ റോമയിലുള്ള ആ കഷ്ടതകളിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി വരുന്നു എന്നുള്ള ആ ഒരു ചിന്തയാണ് അവിടെ വരുന്നത്. But Jesus gave them a total different picture. എന്നാൽ യേശു വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് അവിടെ നൽകുന്നത്. In verse 31 he said that the Son of Man must suffer many things. എന്നാൽ 31-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, മനുഷ്യപുത്രൻ അനേക കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്. This is a title that oftentimes the Jews thought that a son of man, in Daniel chapter 7 verse 13 and 14, when you read, it was a man, a person who will be exalted and to whom dominion, power and authority will be given. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നത് 7-ാം അധ്യായത്തിൽ കാണുന്നത് അഭിഷിക്തനായ ആ വ്യക്തിയുടെ മേൽ മഹത്വവും അധികാരവും ദൈവം നൽകി എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. If you turn to Daniel chapter 7 verse 13 and 14, you begin to see that this man, this son of man, who is going to come to the Ancient of Days, and he will be presented before him, and to him was given dominion, glory, and a kingdom that all peoples, nations, and languages should serve him. His dominion is an everlasting dominion which shall not pass away, and his kingdom one that shall not be destroyed. ദാനിയേലിന്റെ പ്രവാചക പുസ്തകം അതിന്റെ 7-ാം അധ്യായം 13-14 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത ആധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. So son of God, son of David had a messianic connotation as a military commander. ദാവീദിന്റെ പുത്രൻ എന്നുള്ളതിന് ഒരു അധികാരത്തിന്റെ ഒരു പ്രതീകമാണ് അവിടെ കാണിക്കുന്നത്. Son of Man also had a connotation of power and authority. മനുഷ്യപുത്രൻ എന്നുള്ളതിന് അധികാരത്തിന്റെയും മഹത്വത്തിന്റെയും ഒരു പ്രതീകമായി അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. But Jesus doesn't confine himself to these titles that people understood. He took them to the suffering servant of Isaiah 53. എന്നാൽ യേശു തന്റെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട തലക്കെട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ കഷ്ടത്തിന്റെ നടുവിലൂടെയും തന്റെ ജീവിതത്തിൽ സേവക നേതൃത്വം എപ്രകാരമാണെന്ന് വ്യക്തമാക്കുകയാണ്. Jesus gave them an image of Isaiah 53 where you find the suffering servant of God. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ ഒരു സേവക നേതാവ് എപ്രകാരമായിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി അവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. Verse 2 and 3 reads like this. Isaiah 53 verse 2 and 3. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. He grew up before him like a young plant and like a root out of dry ground. He had no form or majesty that we should look at him, and the beauty that we should desire him. He was despised, he was rejected by men, a man of sorrows and acquainted with grief, and as one from whom men hide their faces. He was despised, and we esteemed him not. Surely he has borne our griefs and carried our sorrows, yet we esteemed him stricken, smitten by God, and afflicted. But he was pierced for our transgressions, he was crushed for our iniquities. Upon him was the chastisement that brought us peace, and with his wounds we are healed. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവന് മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായി തീർന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. This is the image that Jesus is portraying before his disciples. യേശു തന്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ വെളിപ്പെടുത്തുന്ന ഒരു ചിത്രം ഇപ്രകാരമാണ്. The Son of Man must suffer. മനുഷ്യപുത്രൻ കഷ്ടത അനുഭവിക്കണം. The Son of Man will be rejected. മനുഷ്യപുത്രൻ ത്യജിക്കപ്പെടണം. The Son of Man will be killed, but he will rise again on the third day. മനുഷ്യപുത്രൻ മരിക്കുമെങ്കിലും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. Peter could not
Peter could not imagine that these things will happen to Jesus. യേശുവിന് ഇപ്രകാരമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പത്രോസിന് ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല. Because he had just confessed, you are the anointed one. കാരണം പത്രോസ് തന്റെ വാഗൊണ്ട് ഇപ്രകാരം പറഞ്ഞതേ ഉള്ളൂ, നീയാണ് അഭിഷിക്തനായവൻ. You are the anointed one who is going to break away the yoke of Rome. റോമയുടെ ആ നുകത്തെ തകർത്തു കളയുന്ന അഭിഷിക്തനായവൻ, വേർതിരിക്കപ്പെട്ടവനാണെന്ന് അവൻ പറഞ്ഞതേ ഉള്ളൂ. Suffering, death, that is not something meant for you. കഷ്ടതയോ മരണമോ അത് നിനക്കുള്ളതല്ല എന്ന് പത്രോസ് ഇവിടെ പറയുകയാണ്. You are going to reign victoriously and powerfully. നീ ജയാളിയായും അധികാരമുള്ളവനായും നീ വാഴുവാൻ പോവുകയാ. Jesus took him aside and rebuked him by saying, Satan, get behind me. എന്നാൽ യേശു തന്നെ മാറ്റി നിർത്തി പത്രോസിനോട് ഇപ്രകാരം പറയാ, സാത്താനെ എന്നെ വിട്ടു പോ. You are not setting your mind on the things of God. നീ ഉള്ളതിനെ അല്ല ചിന്തിക്കുന്നത്. You are setting your things on the mind of human beings. നീ മനുഷ്യർക്കുള്ളതാണ് നീ ചിന്തിക്കുന്നത്. Your way of leadership, your style of leadership is so that I become the victorious, pompous, and the aggressive leader. But no, my leadership ministry is that I am becoming a servant of all. നീ ചിന്തിക്കുന്നത് ഞാൻ അധികാരവും മഹത്വമുള്ള ഒരു നേതാവായി തീരണമെന്ന, എന്നാൽ ഞാൻ കഷ്ടതയിലൂടെ ഒരു സേവക നേതൃത്വമാണ് ഞാൻ വഹിക്കുവാൻ ആഗ്രഹിക്കുന്നത്. Have you ever thought, why would Jesus so sternly rebuke Peter? എന്തുകൊണ്ടാണ് യേശു വളരെ ശക്തമായി പത്രോസിനെ ശാസിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Because Peter in his words is taking Jesus back to his temptation in the wilderness. യേശു പത്രോസ് തന്റെ വാക്കുകളിൽ യേശുവിനുണ്ടായ ആ ടെംപ്റ്റേഷനിലേക്ക് മടക്കി കൊണ്ടുപോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. Because there Satan is saying, if you just worship me once, I will give you everything, the authority, the power, the glory of this world. I will bring before you, if only you bow before me and worship me. അവിടെ സാത്താൻ യേശുവിനോട് പറയുന്നതുകൊണ്ട്, നീ എന്നെ ഒന്ന് വണങ്ങി ആരാധിച്ചാൽ നീ ഈ ലോകത്തിലുള്ള സകല മഹത്വവും ഞാൻ നിനക്ക് നൽകാം. But that is not Jesus' way. എന്നാൽ അതല്ല യേശുവിന്റെ വഴി. That is not God's way. അതല്ല ദൈവത്തിന്റെ വഴി. So Jesus was able to see that Peter is again tempting him, and therefore he could see that how Satan is making Peter a channel to tempt him. So he says, get behind me, Satan. ഇവിടെ യേശു വീണ്ടും തന്റെ ജീവിതത്തിൽ കാണുന്നത് പത്രോസിലൂടെ പിശാച് പരീക്ഷണത്തെ വീണ്ടും തന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് കണ്ടിട്ടാണ് യേശു പത്രോസിനെ ശാസിപ്പാൻ ഇടയായി തീർന്നത്. A servant leader has a different mindset. ഒരു സേവക നേതാവിന് ഒരു വ്യത്യസ്തമായ മനോഭാവമാണ് He ഉള്ളത്. sees things from God's perspective. അവൻ ദൈവത്തിന്റെ ആ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളെ നോക്കി കാണുന്നത്. And that's exactly what a servant leadership is all about. It's a shift of mindset. അതാണ് ഒരു സേവക നേതൃത്വം എന്ന് പറയുന്നത്. ഒരു മനോഭാവം, ഒരു വ്യത്യസ്തമായ ഒരു മനോഭാവമുള്ളത്. You heard 2 weeks back Pastor Ruben saying, quoting President Kennedy by saying, don't ask what the nation can do for you, ask what you can do for the nation. That is a shifting mindset. 2 ആഴ്ചകൾക്ക് മുമ്പ് പാസ്റ്റർ റൂബൻ പ്രസിഡന്റ് കെന്നഡിയെ പ്രതിപാദിച്ച പ്രകാരം പറവാനായിട്ട് ഇടയായി തീർന്നു. രാജ്യത്തിന് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതല്ല നാം ചോദിക്കേണ്ടത്, എനിക്ക് രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും. അതാണ് ഒരു സേവക നേതൃത്വത്തിന് വേണ്ടുന്ന വ്യത്യസ്തമായ ഒരു മനോഭാവം. A different mindset for a servant leader means he's willing to ask, what can I do? എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള ഒരു മനോഭാവമാണ് ഒരു സേവക നേതാവിന് ആവശ്യമായുള്ളത്. You know, I was really encouraged the last few days by so many people texting us and asking, knowing that we have gone through some damages in church, Pastor, how can we come forward and what can we do for the church? I was really encouraged to see that's the heart of a servant heart. എനിക്ക് ഒരുപാട് സന്തോഷം കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. നമ്മുടെ സഭയിൽ ഉണ്ടായ ആ കേടുപാടുകൾ നികത്തുവാനായി അനേകർ എന്നോട് ഫോണിൽ വിളിച്ചും മെസ്സേജ് അയച്ചും ചോദിപ്പാൻ ഇടയായി തീർന്നു. പാസ്റ്റർ, എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? അതാണ് ഒരു സേവക നേതാവിന്റെ മനോഭാവം എന്ന് പറയുന്നത്. Not according to how the world will see, but according to what God will see. ലോകം എപ്രകാരം നമ്മെ കാണുന്നു എന്നുള്ളതല്ല, ദൈവം നമ്മെ എപ്രകാരം കാണുന്നു എന്നുള്ളതാ. The second thing that you find in that passage of a servant leader is this. ഒരു സേവക നേതാവ് എന്നുള്ള ആ സ്വഭാവത്തിന്റെ രണ്ടാമതായി കാണുന്ന ഘടകം ഇപ്രകാരമാണ്. Verse 34 and 35 when you read. 34 35 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, Jesus calls a crowd to him with his disciples and he said to them, if anyone would come after me,
let him deny himself and take up his cross and follow me. For whoever would save his life will lose it, but whoever loses his life for my sake and for the gospel will save it. പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. So first of all, we said that servant leadership, the heart of a servant leadership is a different mindset. But here we find it's a distinct lifestyle. പ്രാരംഭത്തിൽ നാം ഇപ്രകാരം ചിന്തിപ്പാൻ ഇടയായി തീർന്നു. ഒരു സേവക നേതാവിന്റെ ഒരു സ്വഭാവ ഗുണം എന്ന് പറയുന്നത് വ്യത്യസ്തമായ ചിന്താഗതിയാണ്. എന്നാൽ നാം ഇവിടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി ആവശ്യമുണ്ട്. What is this distinctive lifestyle? It is taking up the cross in self-denial. എന്താണ് ഈ വ്യത്യസ്തമായ ജീവിത ശൈലി? തന്നെത്താൻ ത്യജിച്ച് ക്രൂശിനെ എടുക്കുന്നതാണ്. Jesus is not using cross bearing to describe some kind of our human experience of carrying some burden throughout our life. ചില കഷ്ടതകൾ അല്ലെങ്കിൽ ചില ഭാരങ്ങൾ നമ്മുടെ ജീവിതം മുഴുവനും പേറി നടക്കുന്നതെ കാണിക്കുവാനല്ല ക്രൂശ് എടുക്കുക എന്നുള്ളത് പറഞ്ഞ് യേശു പറയുവാൻ ആഗ്രഹിക്കുന്നത്. You may recall the story of that comes from Africa once. ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു അനുഭവം നാം ഇപ്രകാരം കേട്ടിട്ടുണ്ട്. A pastor said that next week when you come, bring your crosses with you so that we can celebrate your crosses. പാസ്റ്റർ ഇപ്രകാരം പറയുവാനായിട്ട് ഇടയായി തീർന്നു, അടുത്ത ആഴ്ച നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്രൂശും എടുത്തുകൊണ്ട് വരണം, അപ്രകാരം നമുക്ക് ക്രൂശിനെ നമുക്ക് ആചരിക്കുവാൻ കഴിയും. The next Sunday, a man was carrying his wife. So people started asking, why are you carrying? He said, that's my cross. I'm carrying it to the church. അടുത്ത ആഴ്ച വന്നപ്പോൾ ഒരു മനുഷ്യൻ തന്റെ ഭാര്യയുമായി കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ജനം ഭാര്യയെ എടുത്തോണ്ട് വന്നു. സോ ജനം ചോദിപ്പാൻ ഇടയായി തീർന്നു, എന്തുകൊണ്ടാണ് നീ ഭാര്യയെ എടുത്തോണ്ട് വരുന്നത്? അപ്പോൾ ആ വ്യക്തി പറയാൻ ഇടയായി തീർന്നു, ഇതാണ് എന്റെ ക്രൂശ്. Jesus is not talking about some kind of a human experience that we go through and we say, this is my cross. യേശു നമ്മുടെ മാനുഷികമായ ചില അനുഭവങ്ങൾ വ്യക്തമാക്കുവാനായിട്ടല്ല ക്രൂശ് എന്നുള്ള വാക്ക് പറഞ്ഞ് പ്രതിപാദിക്കുന്നത്. When Jesus is talking about cross bearing and dying and self-denial, he means that people who are going to execution, people who are going to death. കഷ്ടത അനുഭവിക്കുക എന്നുള്ളത് പറയുന്നതിലും ഉപരിയായി മരണത്തിലേക്ക് പോകുന്നതിനെ കാണിക്കുവാനാണ് യേശു ക്രൂശ് ഉപയോഗിച്ചത്. People carrying crosses were people going to their death. മരണത്തിലേക്ക് പോകുന്ന വ്യക്തികളാണ് ക്രൂശിനെ ചുമക്കുന്നത്. Hallelujah. So when we give ourselves completely in the hands of God, you know, that's when we say, Lord, I don't know anything about life, but I'm totally surrendering myself into your hands. That's when we enjoy the freedom, true freedom in our life. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച്, കർത്താവേ എന്റെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയുകയില്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നിടത്താണ് ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം നാം അനുഭവിക്കുന്നത്. Self-denial means that you are willing to say no to your rights, your needs, and your privileges. സ്വയം ത്യജിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: നമ്മളുടെ ന്യായമായ അവകാശങ്ങളോടും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതിനോടും വേണ്ട എന്ന് പറയുന്നതാണ് ത്യാഗം എന്ന് പറയുന്നത്. Hallelujah. And if we live life like that, നാം അപ്രകാരം ജീവിച്ചാൽ, that shows that we are living for the gospel. അതിന്റെ അർത്ഥം നാം സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ്. That means that we are living, carrying our life, moving towards the destiny to which Jesus has called us. യേശു നമ്മെ വിളിച്ച ആ നിത്യമായ ലക്ഷ്യത്തിലേക്ക് നാം ചുവടുകൾ വെക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. In our day-to-day life, we can be cross bearers. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ക്രൂശിനെ വഹിക്കുന്നവരായി തീരട്ടെ. Let me share a story with you about Mother Teresa. മദർ തെരേസയെ പറ്റിയുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. And this was written by Shane Claiborne in his book The Irresistible Revolution. ഇറസിസ്റ്റബിൾ റെവല്യൂഷൻ എന്നുള്ള തന്റെ പുസ്തകത്തിലാണ് ഈ ഒരു അനുഭവം ഷെയ്ൻ വ്യക്തമാക്കിയിട്ടുള്ളത്. Oftentimes people would ask Shane, describe to us, how did Mother Teresa look?
മദർ തെരേസ എപ്രകാരമാണ് തന്റെ ജീവിതം നയിച്ചത് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരൂ എന്നുള്ളത് അദ്ദേഹത്തോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. So sometimes, he would say, people thought that when when you see Mother Teresa, you would see some kind of a halo over her head. Her face would be like lit up with the glory of God. Is that kind of a woman was Mother Teresa? പലപ്പോഴും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, മദർ തെരേസയെ കാണുമ്പോൾ തന്റെ ശിരസിന് ചുറ്റുമായ ഒരു ഹാലോ, ഒരു പ്രകാശത്തിന്റെ വലയം കാണുന്നുണ്ടോ, ഒരു വലിയ മഹത്വമുള്ളവളായി തന്നെ കാണാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. Jane said, no, she was short, she was wrinkled, but she was precious. But one thing that I will never forget was that her feet were deformed. ഷെയ്ൻ എന്നാൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അവൾ പൊക്കം കുറഞ്ഞ, ത്വക്കുകളൊക്കെ ചുളുങ്ങിയ ഒരു വ്യക്തിയാണ്. എന്നാൽ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, ആ വ്യക്തിയുടെ, മദർ തെരേസയുടെ പാദങ്ങൾ ഒക്കെ വളരെ ഡിഫോംഡ് ആയിട്ടുള്ള ഒരു പാദങ്ങളായി ഞാൻ കണ്ടിട്ടുണ്ട്. So oftentimes Shane thought that she contracted leprosy because she was taking care of leper people. പലപ്പോഴും തന്റെ ജീവിതത്തിൽ കുഷ്ഠരോഗം വന്നത് കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചതിനാലാണെന്ന് പലപ്പോഴും ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. So one day he asked this question, and the sister in the Missionaries of Charity, she explained to her, no, it is not because of leprosy that her feet are deformed, but this is why her feet are deformed. കുഷ്ഠരോഗം നിമിത്തമല്ല തന്റെ പാദങ്ങളുടെ ആ രൂപത്തിന് വ്യത്യാസം വന്നത്, എന്നാൽ അതിന് കാരണം മറ്റൊന്നാണെന്ന് അവിടെയുള്ള ഒരു സിസ്റ്റർ പറയുവാനായിട്ട് ഇടയായി തീർന്നു. He said that every year shoes are donated by people, but they have enough shoes only to give to all the people, all the inmates in the house. ആ ഭവനത്തിലുള്ള അന്തേവാസികളായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമുള്ള ഷൂകളാണ് എല്ലാ വർഷവും ലഭിച്ചിരുന്നത്. But mother will never want anyone to get stuck with the worst pairs of shoes. എന്നാൽ മദർ തെരേസ ഒരിക്കലും തനിക്ക് ഇടുവാൻ കഴിയാത്ത ഷൂകൾ അന്തേവാസികൾക്ക് നൽകുവാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയായിരുന്നു. So she will dig through the shoes and she will find the worst shoe, and she will wear that worst shoe so that worst shoe will never go to any of the people in the missions of charity. അവിടെ ലഭ്യമായിട്ടുള്ള ഷൂകളിൽ ഏറ്റവും മോശമായുള്ള ഷൂ ഏതാണെന്ന് താൻ തെരഞ്ഞെടുത്ത് അത് താൻ ഉപയോഗിച്ചത് കൊണ്ട് അവിടെയുള്ള അന്തേവാസികൾക്ക് നല്ല ഷൂകൾ ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. Years of doing that, years of digging through the worst shoes has deformed her feet. വർഷങ്ങളായി മോശമായ അപ്രകാരമുള്ള ഷൂകൾ തെരഞ്ഞെടുത്തതിനാലാണ് തന്റെ കാലുകളുടെ രൂപത്തിന് വ്യത്യാസം വന്നത്. This is how Shane writes. ഇപ്രകാരമാണ് ഷെയ്ൻ എഴുതിയത്. Years of loving her neighbor has herself deformed her feet. തന്റെ അയൽക്കാരനെ തന്നെ പോലെ തന്നെ മദർ തെരേസ സ്നേഹിച്ചത് കൊണ്ട് തന്റെ പാദങ്ങളുടെ രൂപത്തിന് വ്യത്യാസം ഉണ്ടാകുവാനിടയായി. Hallelujah. That is the paradox of life. When you are living a life of self-denial, you are taking up your cross and you are following Jesus, life then becomes an extraordinary and wonderful gift. തന്നെത്താൻ ത്യജിച്ച് ക്രിസ്തുവിന്റെ ക്രൂശ് എടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ മനോഹരമായ ചില അനുഭവങ്ങൾ നമുക്ക് ലഭിക്കാനിടയായി തീരുന്നത്. The world teaches us a different kind of leadership. ലോകം നമ്മെ പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായ ഒരു നേതൃത്വമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. The world thinks that the way to life is not to deny anything to yourself. ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്കുള്ളതിനെ ഒന്നും ത്യജിക്കാതെ നാം മുറുകെ പിടിക്കണമെന്നാ. Hallelujah. But Jesus teaches the entirely opposite truth to them. എന്നാൽ യേശു അതിന് വ്യത്യസ്തമായ ഒരു വാസ്തവമാണ് യേശു നമ്മെ അവിടെ പഠിപ്പിക്കുന്നത്. You want to find life? നിങ്ങൾക്ക് ജീവൻ നിങ്ങൾക്ക് നേടണമോ? Then deny yourself. എന്നാൽ നിന്നെ തന്നെ ത്യജിക്കുക. Take up your cross. നിന്റെ ക്രൂശിനെ നീ എടുക്കുക. And follow me. നീ എന്നെ അനുഗമിക്കുക. This week we were able to see some missionary stories, and one of the stories that stuck again, and to hear that again, was a story of Jim Elliot and his friends who were speared to death in Ecuador. പല മിഷണറിമാരുടെ അനുഭവ കഥകൾ കഴിഞ്ഞ ആഴ്ചയിൽ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിൽ പ്രധാനമായും ഞങ്ങളെ സ്വാധീനിച്ച ഒരു അനുഭവം ഇതാണ്. ജിം എലിയട്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മിഷണറിയെ കുന്തത്താൽ മരണത്തിലേക്ക് നയിക്കപ്പെട്ടത് നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. Jim Elliot wrote down in his book, "He is no fool who gives what he cannot keep to gain what he cannot lose."
തനിക്ക് കീപ്പ് ചെയ്യുവാൻ കഴിയാത്തതിനെ സൂക്ഷിക്കാത്ത ഒരു വിഡ്ഢിയായ ഒരു വ്യക്തിയായിരുന്നില്ല എന്ന് ജിമ്മലിയേട്ട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. If I cannot keep my life, that I cannot keep forever, if I'm willing to give it away, rather I would say that I have gained my life. I can walk in true freedom because I know that my life is hidden in Christ. എനിക്ക് എക്കാലത്തേക്കും സൂക്ഷിക്കുവാൻ കഴിയാത്ത എന്റെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു കഴിയുമ്പോൾ എന്റെ ജീവിതത്തിൽ അതിന്റെ സ്വാതന്ത്ര്യം എനിക്ക് ലഭിക്കുകയാണ്. True servant leadership is having a different mindset. True leadership, servant leadership means to have a different, distinct lifestyle. ഒരു യഥാർത്ഥ സേവക നേതൃത്വം എന്ന് പറയുന്നത് വ്യത്യസ്തമായ മനോഭാവം ഉണ്ടായിരിക്കണം. ഒരു യഥാർത്ഥ സേവക നേതൃത്വം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ജീവിത ശൈലി ഉണ്ടായിരിക്കണം. Verse 37 and 38 reminds us this. 37-38 വാക്യങ്ങൾ നമ്മെ ഇപ്രകാരം ഓർപ്പിക്കുന്നു. What can a man give in return for his soul? For whoever is ashamed of me and my words in this adulterous generation, of him shall the Son of Man also be ashamed when he comes in the glory of his Father with the holy angels. അല്ല, തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. The word ashamed is a very beautiful word there. ലജ്ജ എന്ന ആ വാക്ക് മനോഹരമായി ഇവിടെ പ്രതിപാദിച്ചിരിക്കുകയാ. To die to die in execution, known as crucifixion by the Romans itself was a shameful thing. ക്രൂശിൽ മരണം വരിക്കുക എന്നുള്ളത് റോമയിൽ ഏറ്റവും ലജ്ജാകരമായൊരു അനുഭവമായിരുന്നു. But just to bear your cross and be crucified itself was not the epitome of shame right there. തന്റെ ക്രൂശിനെ വഹിച്ച് തന്നെത്താനെ ത്യജിച്ച് തന്റെ ക്രൂശിനെ വഹിച്ച് ക്രൂശിൽ മരിക്കുക എന്നുള്ളത് ഒരു ലജ്ജയുടെ മാത്രം അനുഭവമായിരുന്നില്ല. But the victims would often be shamed in the Roman praetorium, in the guard room. വിക്ടിംസ് എല്ലാം റോമയിലുള്ള ആ ഒരു മുറിയിൽ തങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ. The final shame is when they are crucified on the cross. But even before that shame, right before when the sentence is passed, the soldiers will take them and then they will entertain themselves by taunting the people. They are being scourged. They spit upon them. They will urinate on them, and they will devise humiliating games to demean them. They are going through literally shame after shame after shame in their life. റോമയിൽ മരണത്തിന് ക്രൂശിലൂടെയുള്ള മരണത്തിനായുള്ള ആ ഒരു സെന്റൻസ് വന്നതിന് ശേഷം അവിടെയുള്ള പടയാളികൾ അതിനുവേണ്ടി വിധിക്കപ്പെട്ടവരെ വളരെ ക്രൂരമായ അനുഭവത്തിലൂടെ മുഖത്ത് തുപ്പുകയും വളരെ ക്രൂരമായ അനുഭവങ്ങളിലൂടെ കടത്തിവിടുവാനായിട്ട് ഇടയായി തീരാറുണ്ട്. They will strip them and they will condemn the naked person. അവരുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞ് അവരെ ലജ്ജാകരമായ അവസ്ഥയിൽ അവരെ നിർത്താറുണ്ട്. They will hung around their neck signs which will tell them what crimes they have done. അവർ ചെയ്തിട്ടുള്ള കുറ്റങ്ങളെ അവരുടെ കഴുത്തിൽ എഴുതി തൂക്കാറുണ്ട്. And then they would lead them to the place of crucifixion. അപ്രകാരം അവരെ ക്രൂശീകരിക്കുവാനുള്ള ആ ഇടത്തിലേക്ക് അവരെ നയിക്കുന്നത്. Jesus saying, യേശു പ്രകാരം പറയുകയാ, you are ashamed of me. നീ എന്നെ കുറിച്ച് നാണിച്ചാൽ, if you are ashamed of me in this adulterous generation, ഈ വ്യഭിചാരം നിറഞ്ഞ പാപം നിറഞ്ഞ ഈ തലമുറയിൽ എന്നെ പറ്റി നീ നാണിച്ചാൽ, there is another shame that is going to come upon you. മറ്റൊരു ലജ്ജാകരമായ അനുഭവം നിന്റെ മേൽ വരാൻ പോവുകയാ. You will be shamed before my Father. എന്റെ പിതാവിന്റെ മുമ്പാകെ നീ നാണിക്കപ്പെടും. Church, servant leadership is having the heart and the courage to be daring witnesses of Jesus Christ. സഭയെ സേവക നേതൃത്വം എന്ന് പറയുന്നത് ഒരു ധൈര്യമേറിയ ഒരു സാക്ഷിയായി തീരാനുള്ളൊരു ധൈര്യമാണ് ആവശ്യമുള്ളത്. Not being ashamed to be called a Christian. ക്രിസ്ത്യാനി എന്ന് അറിയപ്പെടുവാൻ അല്ലെങ്കിൽ അതിൽ നാണിക്കുവാനല്ല. Not to be ashamed to be called a Christ follower, the one who was shamed publicly, humiliated publicly, and he was crucified publicly. All matters of shame. പരസ്യമായി ആ ലജ്ജാകരമായ അവസ്ഥയിലൂടെ നയിക്കപ്പെട്ട ആ യേശുവിനെ അനുഗമിക്കുന്നു എന്നുള്ളൊരു ലജ്ജാകരമായ ഒരു അനുഭവമല്ല നമുക്കുള്ളത്. Can I tell you, church? സഭയോട് ഞാൻ ഒരു വാക്യം പറയട്ടെ. 21st century where we live in the social media saturated world that we live,
cross-bearing Jesus is totally an uncool kind of a leader. ഈ 21-ാം നൂറ്റാണ്ടിൽ സാമൂഹ്യ മാധ്യമങ്ങളാൽ നിറയപ്പെട്ട ഈ ഒരു കാലഘട്ടത്തിൽ യേശുവിനെ അനുഗമിക്കുക എന്നുള്ളത്, യേശുവിന്റെ ക്രൂശ് എടുക്കുക എന്നുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് പ്രതിപാദിക്കപ്പെടാറുള്ളത്. If we are ashamed here in this world concerning Jesus Christ, യേശു ക്രിസ്തുവിനെ പറ്റി നാം ഈ ലോകത്തിൽ ലജ്ജയുള്ളവരാണോ എങ്കിൽ, if we are ashamed of our discipleship to Jesus Christ, യേശുവിന്റെ ശിഷ്യത്വത്തിൽ നമുക്ക് ലജ്ജയുള്ളവരാണെങ്കിൽ, we will also bear the shame of divine rejection at the final judgment. ആ അവസാനമായ ന്യായവിധിയിലും നാം ഒരു വലിയ ലജ്ജാകരമായ അവസ്ഥയുടെ മുമ്പിൽ നാം നിൽക്കേണ്ടതായി വരും. Few weeks back, Anita was asking Johan, take it up as a challenge in the month of February. Post something on your social media. Take a passage from the scripture, or maybe a psalm or a proverb, and read it and post something. It's been 2 weeks or almost 3 weeks. We haven't seen any result of it. ചില ആഴ്ചകൾക്ക് മുമ്പ് ജോഹാനോട് പ്രിയ അനിതേന്റെ പറവാനായിട്ട് ഇടയായി തീർന്നു. നിന്റെ സോഷ്യൽ മീഡിയയിൽ ചില വാക്യങ്ങൾ അല്ലെങ്കിൽ ചില വേദഭാഗങ്ങൾ റിസൈറ്റ് ചെയ്തിടുകയോ അല്ലെങ്കിൽ പറഞ്ഞിടുകയോ ചില വാക്യങ്ങൾ ഇടുകയോ ചെയ്യുവാൻ പറഞ്ഞിട്ട് ഇതുവരെ അതിന്റെ ഒരു പ്രതികരണം കാണുവാനായിട്ട് ഇടയായി തീർന്നിട്ടില്ല. Our generation is in social media, but how many would take up the courage to post something to say that I am a child of God, I follow Jesus Christ who took his cross 2000 years ago, and I am willing to undergo the same shame that he bore on the cross for me. നമ്മുടെ ഈ തലമുറയിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിൽ മരിച്ച യേശുവിനെ ഞാൻ പിൻഗമിക്കുകയാ, അവന്റെ വാക്കുകളെയാണ് ഞാൻ അനുസരിക്കുന്നത് എന്ന് നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ പറയുവാൻ നമ്മുടെ തലമുറയിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട്? Servant leadership is also about having the courage to be a witness of Jesus Christ. സേവക നേതൃത്വം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുവാനുള്ള ധൈര്യമുള്ളതും കൂടെയാണ് സേവക നേതൃത്വം. Brothers and sisters, it is good to sometimes post political, messages or give forth, what is your opinion, whether you're Democrat or Republican or no matter what kind of understanding you have. But in the same social media, could we also say that I am a child of God? Hallelujah. I follow Jesus Christ, the one who bore the cross of shame, and I am willing to bear the same cross of shame. സഹോദരന്മാരെ, നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ പറ്റി പ്രതിപാദിക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. അതേസമയം നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ ഞാൻ യേശുവിനെ പിൻഗമിക്കുന്നവനാണ്, യേശുവിന്റെ ആ ക്രൂശ് വഹിച്ച യേശുവിനെ ഞാൻ അനുഗമിക്കുന്നവനാണ്, തന്റെ വാക്യങ്ങൾ ഒക്കെ പ്രതിപാദിക്കുവാനും നമുക്ക് അത് ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീരണം. Today we are ashamed of him in this adulterous generation. One day we will also be ashamed before him when he comes back. ഈ വ്യഭിചാരവും പാപവും നിറഞ്ഞ ഈ തലമുറയിൽ നാം യേശുവിനെ പറ്റി ലജ്ജയുള്ളവരാണെങ്കിൽ പിതാവിന്റെ മുമ്പിൽ നാം നിൽക്കുന്ന ആ സുദിനത്തിലും നാം ലജ്ജിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരും. Remember this, that we will have shame on both the end. So it is better that we become shamed in this world, so that we stand boldly with our heads held high to hear the voice, good and faithful servant, you have done well. ഒന്നോർക്കണമേ, നാം അപ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ 2 ധ്രുവങ്ങളിലും നാം ലജ്ജ അനുഭവിപ്പാൻ ഇടയായി തീരും. അതിലും നല്ലത് ഈ ലോകത്തിൽ നാം ലജ്ജിക്കപ്പെട്ടിട്ട് പിതാവിന്റെ മുമ്പിൽ മാന്യതയോടെ നിൽക്കുന്നതല്ലേ. Shall we close our eyes for a moment before Dalton is going to take us in a time of worship? Hallelujah. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. Gracious Father, we thank and praise you for this wonderful time, Lord. കർത്താവേ, അങ്ങ് ഇന്ന് പകൽക്കാലം തിരുവചനത്തിന്റെ ആഴത്തിൽ കൂടെ ഞങ്ങളോട് പഠിപ്പിച്ച സത്യങ്ങൾക്കായി സ്തോത്രം. ഒരു വ്യത്യസ്ത മനോഭാവം ഉള്ളവരായി തീരുവാൻ, ഒരു വ്യത്യസ്ത ജീവിത ശൈലിയുടെ ഉടമകളായി തീരുവാൻ, കർത്താവേ ധൈര്യമായി സുവിശേഷത്തിന്റെ വക്താക്കളായി തീരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. There is a heart of a servant leader. കർത്താവേ, അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ സേവനം ഏൽക്കുവാനല്ല മറിച്ച് സേവനം നൽകുവാൻ വന്നിരിക്കുന്നു. Not to be served, but to serve and to give my life as a ransom for many. കർത്താവേ, അതിനെ ആകെ തുകയാക്കി നീ ഞങ്ങളെ തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദിയോട് സ്തോത്രം. നിന്റെ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Thank you, Samson, for taking the time to translate. Dalton is going to take us in a time of worship. You may see he's actually currently undergoing treatment. He has all plugs in his head. That's why he's wearing a beanie. He's going to take us into a time of worship. Amen.
Praise the Lord. Pastor, can you hear me? Yes, I can hear you. Exodus, the fearless leader, Moses, the servant leader, and how God brought them out from slavery, all their troubles. And in Psalms we read, right, there's shouts of joy in the house of the Lord. There's shouts of joy in the house of the righteous. So all that we go through in all the times of trials and tribulations, one thing we can do is we can take our weapon of worship and tell God, you're still in control. We know that because you paid that ultimate price, because you give us victory over and over every time, Lord, and we know that you are in control. So there are shouts of joy and there's shouts of praise in the house of the righteous. Amen. I raise a hallelujah in the presence of my enemy. I raise a hallelujah louder than the unbelief. I raise a hallelujah. My weapon is a melody. I raise a hallelujah. Heaven comes to fight for me. And I'm gonna sing in the middle of the storm, louder and louder. Gonna hear my praises roar up from the ashes. Hope will arise. Death is defeated. My King is alive. I'm gonna sing in the middle of the storm, louder and louder. Gonna hear my praises roar up from the ashes. Hope will arise. Death is defeated. The King is alive. I raise a hallelujah with everything inside of me. I raise a hallelujah, and I will watch the darkness flee. I raise a hallelujah in the middle of the mystery. I raise a hallelujah. Fear you lost your hold on me. And I'm gonna sing in the middle of the storm, louder and louder. Gotta hear my praises roar up from the ashes. Hope will arise. Death is defeated. The King is alive. I'm gonna sing in the middle of the storm, louder and louder. Gotta hear my praises roar up from the ashes. Hope will arise. Death is defeated. The King is alive. Death is defeated. The King is alive. Sing a little louder. Sing a little louder. Sing a little louder. In the presence of my enemies. Sing a little louder. Louder than the unbelief. Sing a little louder. My weapon is a melody. Sing a little louder. For heaven comes to fight for me. Sing a little louder. The presence of my enemies. Sing a little louder. Louder than the unbelief. Sing a little louder. My weapon is a melody. Sing a little louder. When heaven comes to fight for me, and I'm gonna sing in the middle
middle of the storm, louder and loud, hear my praises roll up from the ashes. Hope will arise. Death is defeated. My King is alive. I'm gonna sing in the middle of the storm, louder and loud. Gonna hear my praises roll up from the ashes. Hope will arise. Death is defeated. My King is alive. Death is defeated. My King is alive. And I'm gonna sing in the middle of the storm, louder and loud. Gonna hear my praises roar up from the ashes. Hope will arise. Death is defeated. My King is alive. Oh, Jesus. Lord, there are shouts of victory in our houses and our homes today, because we know that you are our Lord, and you are always, always in control, and you are always, always good, God. We trust in your mercies. We trust in your faithfulness. We trust in your goodness. We proclaim shouts of joy in our houses, God, with our families. We say our God is good. Our God is good all the time, and all the time our God is good. No matter what we face, God, your word says, Lord, there is fullness of joy in your presence. That's what we want to experience today as we lift your name, as we magnify your holy name. Lord, you fill our hearts with joy. You fill our hearts with hope. You fill our hearts with faith and trust that you are always good, that we can always trust in you. That this journey is not over, God. In this journey, we're not alone. That you are with us every step of the way. That there was not even one moment that you left us alone. That there is not even one time that you have forsaken us, God. That your faithfulness is good. Your faithfulness reigns and it rules over in our lives. That your favor will rest upon us, upon our children, upon our children's children, upon generations, God. Hൃദയം
face shine upon you, be gracious to you. The Lord turn his face toward you and give you peace. Oh, we pray, Lord, the Lord bless you and keep you, make his face shine upon you, be gracious to you. The Lord turn his face toward you and give you peace. Amen. 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 Would you declare it over your family and our church, over our children, over our communities, God? We shout amen for all that we're singing in faith today. Amen. Amen. May his favor be upon you and 1,000 generations, and your family, and your children, and their children, and their children. May his presence go before you, and behind you, and beside you, all around you, and within you. He is for you, he is for you in the morning, in the evening, and you're coming, and you're going, and you're weeping and rejoicing. He's for you, he's for you, he's for you, he's for you, oh, he's for you, he's for you, he's for you, he's for you, he's for you. Oh, amen, amen, May his presence go before you and behind you and beside you, all around you and within you. He's with you, he's with you in the morning, in the evening, and you're coming, and you're going, and you're weeping and rejoicing. He's for you, 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 he's for you. Oh, amen, amen, amen. We believe, God. Amen, amen, amen. The Lord bless you and keep you, make his face shine upon you, be gracious to you. The Lord turn his face toward you and give you peace. Amen, 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 Father, our prayer is that you keep us, that you protect us,
And may your face shine upon us, Lord, and give us peace through these times of trouble, through these times of turmoil, and still instill the fullness of joy that you alone can give in our hearts, God. And when we come to worship, and when we read your word, and we come in communion with you, and when we come in fellowship with your children in the church, God, give us that, restore the fullness of joy that you alone can provide in our hearts, God. That purpose to lift your name, to magnify your name, and to take your name to the ends of the world, God. Fill us with your love and the joy and the peace, God. In Jesus' name we pray. Amen.